ലയന സീരീസിൻ്റെ ഭാഗമായി പോസ്റ്റ് ചെയ്ത 2 വീഡിയോസിനും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇതുവരെ ലഭിച്ചത്. എന്നാൽ ചിലർക്ക് ഇപ്പോഴും അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സെപ്പറേഷനെക്കുറിച്ചും തേർഡ് പാർട്ടിയെക്കുറിച്ചും നോ കോണ്ടാക്റ്റിനെക്കുറിച്ചും ഒന്നും മിണ്ടാത്തത് കൊണ്ട് ഈ ചാനലിനെ ചെകുത്താന് തുല്യമായാണ് പലരും കണക്കാക്കുന്നത്. സെപ്പറേഷൻ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ആകെ ആവശ്യം ഇന്നർ വർക്കാണ്. എന്നാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പറയുന്ന ഒരു വീഡിയോയും ട്വിൻ ഫ്ലെയിം ദൈവങ്ങൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ വിഷയം തന്നെയാണ്. ഏതായാലും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്നർ വർക്കിൻ്റെ നട്ടലായി അറിയപ്പെടുന്നത് കർമ്മയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ആക്ഷനെയാണ് കർമ്മ എന്ന് പരമ്പരാഗതമായി വിളിച്ചു പോരുന്നത്. കർമ്മയ്ക്ക് 2 ഘടകങ്ങളുണ്ട്, കോസ് ആൻഡ് ഇഫക്റ്റ്. ഒരു കർമ്മം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാരണങ്ങളെയാണ് കോസ് എന്ന് വിളിക്കുന്നത്. ആ കർമ്മം ചെയ്തതുമൂലം നിങ്ങൾ അനുഭവിക്കുന്ന റിസൾട്ടാണ് ഇഫക്റ്റായി കണക്കാക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ സംഭവവികാസങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ 2 ഘടകങ്ങളാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുമ്പോൾ തീർച്ചയായും അത് മനുഷ്യരെയും നിയന്ത്രിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മ നല്ല ഗുണങ്ങളെ കൊണ്ടുവരുന്നു, മറ്റു ചില സമയത്ത് വിനാശകരമായ ദോഷകരമായ ഗുണങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ആധുനിക ലോകം ഇതിനെ ഗുഡ് കർമ്മ എന്നും ബാഡ് കർമ്മ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിലേക്ക് നിങ്ങൾ ചെലുത്തുന്ന ഇൻവോൾവ്മെൻറ്റിനെ ആസ്പദമാക്കിയാണ് അതൊരു ഗുഡ് കർമ്മയാണോ ബാഡ് കർമ്മയാണോ എന്ന് തീരുമാനിക്കുന്നത്. പൂർണ്ണ ശ്രദ്ധയോടെ 100% ഇൻവോൾവ്മെൻറ്റോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഗുഡ് കർമ്മയാണ്. അതിലൂടെ യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളും ഉടലെടുക്കുന്നില്ല. അതേസമയം ശ്രദ്ധയില്ലാതെ ഒരു തരം അൺഅവേക്കൻഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും ബാഡ് കർമ്മയാണ്. അതിലൂടെ പലതരത്തിലുള്ള ദോഷങ്ങളും വിനാശകരമായ ഇഫക്റ്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കൊച്ചു പൂന്തോട്ടം വളർത്താൻ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ഒരു ചെറിയ സ്ഥലം മാറ്റിവെച്ച് പലതരത്തിലുള്ള വിത്തുകളും ചെടികളും വെച്ച് പിടിപ്പിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വളർന്ന് മനോഹരമായ ഒരു പൂന്തോട്ടമായി മറിയുന്നു. ഇതാണ് അവേക്കൻഡ് കർമ്മ. ഇവിടെ ചെയ്ത കർമ്മത്തിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഈ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളാൽ യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളും ഉടലെടുക്കുകയില്ല. അതേസമയം അലക്ഷ്യമായി ഒരുപാട് വിത്തുകൾ വലിച്ചെറിഞ്ഞു എന്ന് വിചാരിക്കുക. ദിവസങ്ങൾ കഴിയുമ്പോൾ പല സ്ഥലത്തായി പല രൂപത്തിൽ ചെടികൾ പടർന്ന് പന്തലിക്കും. ഇത്രയും ചെടികൾ എങ്ങനെ വന്നു എന്ന് എത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ആ വിത്തുകൾ വലിച്ചെറിയുന്നത് അലക്ഷ്യമായാണ്, ബോധമില്ലാതെയാണ്. ഇതിനെയാണ് അൺഅവേക്കൻഡ് കർമ്മ എന്ന് പറയുന്നത്. ഇതിലൂടെ വരുന്ന റിസൾട്ടുകൾ വളരെ ദോഷകരമായിരിക്കും. യാതൊരു കാരണവശാലും ഇതിനെ നിയന്ത്രിക്കാനും സാധിക്കുകയില്ല. ഇത്തരം കർമ്മങ്ങളാലാണ് ലോകം ഇന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന അൺഅവേക്കൻഡ് കർമ്മയെ തിരിച്ചറിയുകയും അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന മെത്തേഡുകളെയും വിദ്യകളെയുമാണ് ഇന്നർ വർക്ക് അല്ലെങ്കിൽ ഷാഡോ വർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനേകായിരം മെത്തേഡുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഇവയിൽ സ്വന്തം സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് സഹായകരമായതും കുറഞ്ഞ സമയത്തിൽ 100% ഇഫക്റ്റീവായി വർക്കായ ചുരുങ്ങിയ മെത്തേഡുകൾ മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെന്ന് പതിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വ്യക്തമായി പറയണമെങ്കിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് എനർജറ്റിക് സ്പേസസ്. ഇവയിൽ ഏതിലെങ്കിലും ഒന്നിനെയോ 4 ഒരുമിച്ചോ ആയിരിക്കും കാർമിക് ബ്ലോക്കേജുകൾ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. 4 ഒരുമിച്ച് ഹീൽ ചെയ്യുക എന്നുള്ളത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഓരോ തലത്തെയും വെവ്വേറെയായി അനലൈസ് ചെയ്ത് അതിന് മാച്ചാവുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇന്നർ വർക്കും ലഭ്യമാണ്. ഇതിനെ ഹൈബ്രിഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയപ്പെടുന്നു. ഈ മെത്തേഡിൻ്റെ രൂപത്തിലാണ് ഇന്നർ വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഹൈബ്രിഡ് കോമ്പിനേഷൻ പ്രകാരം ഓരോ തലങ്ങളെയും കാർമിക് ബ്ലോക്കേജുകൾ എഫക്റ്റ് ചെയ്യുന്നത് വെവ്വേറെ രീതിയിലാണ്. ഓരോ തലങ്ങളിലും കാർമിക് ബ്ലോക്കേജുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങളെയും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഫിസിക്കൽ സ്പേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ കാർമിക് ബ്ലോക്കേജുകൾ ഉണ്ടാകുന്നത് 2 കാരണത്താലാണ്: ലാക്ക് ഓഫ് മൊബിലിറ്റി ആൻഡ് സപ്രസ്ഡ് ഇമോഷൻസ്.
ലാക്ക് ഓഫ് മൊബിലിറ്റി എന്നാൽ ശരീരത്തിന് അർഹിക്കുന്ന ചലനങ്ങളെ നൽകാതിരിക്കുക. എല്ലാ ദിവസവും കൃത്യമായ വ്യായാമമില്ലാത്തവരും നല്ല രീതിയിലുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ് നൽകാത്തവർക്കും ഫിസിക്കൽ കാർമിക് ബ്ലോക്കേജുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫിസിക്കൽ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന തേജസ് നഷ്ടപ്പെടുകയാണ്. ഈ തേജസ് ഇല്ലാതാവുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സസും നിങ്ങളെ എളുപ്പത്തിൽ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, മറ്റു വ്യക്തികളുടെ കാർമിക് ബ്ലോക്കേജുകൾ പോലും നിങ്ങളുടെ ശരീരത്തിൽ അട്രാക്റ്റ് ആവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണമാണ് സപ്രസ്ഡ് ഇമോഷൻസ്. ജീവിതത്തിൽ ഉടനീളം പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഓരോ സാഹചര്യത്തിലും ഒരുപാട് വികാരങ്ങളും ഉണ്ടാകാറുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇത്തരം വികാരങ്ങളെ കൃത്യമായി കൺട്രോൾ ചെയ്യാനോ റിലീസ് ചെയ്യാനോ സാധിച്ചു എന്ന് വരില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ വികാരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സപ്രസ്ഡ് ആയി കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സയൻറ്റിഫിക്കായി പറയണമെങ്കിൽ ഓരോ ഇമോഷൻസും ഓരോ തരം ബ്രെയിൻ കെമിക്കൽസ് ആണ്. ശരിയായ രീതിയിൽ റിലീസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇതേ ബ്രെയിൻ കെമിക്കൽസ് ഒരു തരം പോയ്സണായി കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാലങ്ങൾ കഴിയും തോറും ഈ ഓരോ പോയ്സണും നിങ്ങളുടെ ശരീരത്തെ വിപരീതമായ രീതിയിൽ ബാധിക്കാറുമുണ്ട്. എത്രയോ പ്രാവശ്യം പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയെ പലരും സമീപിച്ചിട്ടുണ്ട്. എത്ര ഡോക്ടേഴ്സും അവർക്ക് കഴിയാവുന്ന എല്ലാ സ്കാനുകൾ നടത്തിയിട്ടും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലുള്ള വ്യക്തമായ കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട. യു ആർ സഫറിംഗ് ഫ്രം സപ്രസ്ഡ് ഇമോഷൻസ്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബ്ലോക്കേജസ് ഉണ്ടാകുന്നത് രണ്ട് കാരണത്താലാണ്: ചൈൽഡ്ഹുഡ് വൂൺസ് ആൻഡ് പാസ്റ്റ് ലൈഫ് കർമ്മ. കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാനുള്ള ടെക്നിക്കുകളോ മെത്തേഡുകളോ നമുക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു ചെറിയ വേദന പോലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലും വികാരത്തിലും ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് ചൈൽഡ്ഹുഡ് വൂൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. തുടക്കകാലത്ത് ഇത് കോൺഷ്യസ് മൈൻഡിലാണ് നിലനിൽക്കാറ്. എന്നാൽ അതിനെ ഹീൽ ചെയ്യാതെ വളർന്നു വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം പെയിനുകൾ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മുതൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് പതിവ്. ഈ പ്രതിഭാസത്തിന് സിമിലറായ മറ്റൊരു വിഷയമാണ് പാസ്റ്റ് ലൈഫ് കർമ്മ. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വന്ന അൺഅവേക്കൻ കർമ്മ പലതരത്തിലുള്ള ബ്ലോക്കേജുകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത്തരം ബ്ലോക്കേജുകളെയാണ് പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ജന്മത്തിൽ തന്നെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഹീൽ ചെയ്യാതെ വിടുന്നതും കൊണ്ടാണ് അടുത്ത ഓരോ ജന്മത്തിലും വിടാതെ നിങ്ങളെ പിന്തുടരുന്നത്. മറ്റ് എല്ലാ ബ്ലോക്കേജുകളും കോൺഷ്യസ് മൈൻഡിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ ആണ് സ്ഥാനം പിടിക്കുന്നതെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമാസ് നിങ്ങളുടെ ഓറയിലാണ് സ്ഥാനം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ശരീരം എടുത്തത് കൊണ്ട് മാത്രം ഇവയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബ്ലോക്കേജസ് അതിൻ്റെ സിവിയർ സ്റ്റേജിലേക്ക് കടക്കുന്നതിനെയാണ് എനർജറ്റിക് ബ്ലോക്കേജ് എന്ന് വിളിക്കപ്പെടുന്നത്. മാരകമായ രോഗങ്ങൾ, ജീവിതത്തിൽ ഒഴിഞ്ഞു മാറാതെ സംഭവിക്കുന്ന ദുരിതങ്ങൾ എല്ലാം എനർജറ്റിക് ബ്ലോക്കേജുകൾ കാരണം ഉണ്ടാവുന്നതാണ്. പണ്ടുകാലത്ത് ഋഷീശ്വരന്മാർ പല വ്യക്തികളെയും ശപിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശാപം എന്നത് സത്യത്തിൽ ഒരു ടെക്നിക്കൽ ടേമാണ്. ഒരു വ്യക്തിയുടെ എനർജി ബോഡി പലതരത്തിൽ ഡാമേജ് കൊണ്ടുവരുന്നതിനെയാണ് ശാപം എന്ന് പറയുന്നത്. എനർജി ബോഡി ഡാമേജ് ആയാൽ സ്വാഭാവികമായും ഒരുപാട് ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ആവപ്പെടും. ഏത് ദൈവത്തെ കൂട്ടുപിടിച്ചാലും 1000 വഴിപാടുകൾ കഴിച്ചാലും ഇത്തരം ഡാമേജുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇങ്ങനെ സംഭവിക്കുന്ന എനർജറ്റിക് ഡാമേജുകളെ റിപ്പയർ ചെയ്യുന്നതിനെയാണ് ശാപമോക്ഷം എന്നും വരദാനം എന്നുമെല്ലാം ട്രഡീഷണലി വിളിക്കപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും. ഈ 4 ബ്ലോക്കേജുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത് എന്നേക്കുമായി റിലീസ് ചെയ്യുന്നതിനെയാണ് ഇന്നർ വർക്ക് എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്താണ് ഇന്നർ വർക്ക്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇന്നർ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അവയർനെസ് ഇല്ലാതെ തന്നെ. വ്യക്തമായി പറയാം, ആദ്യമായി സ്പിരിച്വൽ പാത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന എല്ലാവർക്കും ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രിയപ്പെട്ടവർ അവരെ ഉപേക്ഷിച്ച് പോകുന്നു, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുന്നു. കാരണമില്ലാതെ സ്ട്രേഞ്ചേഴ്സ് പോലും അവരെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നു. ദൈവം അവരെ ശിക്ഷിക്കുകയാണെന്നും ജീവിതം തനിക്കെതിരെ മാറുകയാണെന്നുമെല്ലാം വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് പ്രകൃതിയുടെ അനുഗ്രഹമാണ്, വിച്ച് ഈസ് നോൺ ആസ് ദ കാർമിക്
റിലീസ്. സ്പിരിച്വാലിറ്റി നിങ്ങൾക്കുള്ളതാണെന്ന് പ്രകൃതിക്ക് മനസ്സിലായാൽ ഉടനെ അവൾ ചെയ്യുന്നത് ആദ്യം പറഞ്ഞ 4 ബ്ലോക്കേജുകളെയും നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ബ്ലോക്കേജസിനെ തിരിച്ചറിഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ ഒരു പ്രക്രിയ പ്രകൃതി തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ്. വൺസ് ഇത്തരം ബ്ലോക്കേജുകൾ സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായ സാധനം ഉപയോഗിച്ച് ഇതിനെ കത്തിച്ച് നശിപ്പിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഈ ഒരു കാർമിക് റിലീസാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങളെ ആരും എതിർക്കുകയല്ല, ആരും വേദനിപ്പിക്കുകയല്ല, മറിച്ച് ജന്മങ്ങളായി നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന വൂണ്ടുകൾ പുറത്തോട്ട് വരികയാണ്. സാഹചര്യങ്ങളും വ്യക്തികളും ഒരു കണ്ണാടി മാത്രമാണെന്ന് സ്വയം മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതേസമയം പ്രകൃതിയുടെ ഇത്രയും വിലപ്പെട്ട അനുഗ്രഹത്തെ മതിക്കാനും ആരംഭിക്കുക. ഇനി എപ്പോഴെല്ലാം ഒരു കാർമിക് റിലീസ് സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം സ്വന്തം ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രിഗർ ആവുന്നത്? ഏത് തരത്തിലുള്ള ഇമോഷണൽ ഹേർട്ടാണ് നിങ്ങൾക്കുണ്ടാവുന്നത്? ഇതിന് പിന്നിലുള്ള കാരണം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. ഇവയെല്ലാം വ്യക്തമായി ചിന്തിക്കുക. ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നിരീക്ഷണം തന്നെ ഇവിടെ ധാരാളമാണ്. രണ്ടാമത് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് കൈകൊണ്ട് നിത്യമായി പരിശീലിക്കുക. പ്രകൃതി പുറത്തോട്ട് കൊണ്ടുവരുന്ന മുറിവുകളും ബ്ലോക്കേജുകളും എല്ലാം ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കത്തി ഇല്ലാതാവുകയുള്ളൂ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ഇന്നർ വർക്കും വിജയിക്കുന്നത് ശരിയായ മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ അവസാനിപ്പിക്കാനും റീയൂണിയൻ കൊണ്ടുവരാനും തേർഡ് പാർട്ടി അവസാനിപ്പിക്കാനുമല്ല നിങ്ങളാരും ഇന്നർ വർക്ക് ചെയ്യേണ്ടത്. മറിച്ച് സ്വന്തം ബ്ലോക്കേജുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രകൃതിയുടെ സഹായത്തോടെ ഇല്ലാതാക്കി ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനാണ് ഇന്നർ വർക്ക് ചെയ്യേണ്ടത്. ഇനിയുള്ള സംശയം, ഇന്നർ വർക്ക് വിജയകരമായി പൂർത്തീകരിച്ചാൽ പിന്നീട് ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ലോകത്തിലെ മുഴുവൻ ട്വിൻ ഫ്ലെയിംസിനെ മുട്ടുകുത്തിക്കുന്ന ഒരു മഹാപ്രതിഭാസമായിരിക്കും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എ ഷോക്കിംഗ് സർപ്രൈസ്.